നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്ന് ജേക്കബ് കിങ്. ഒറ്റ ദിവസം കൊണ്ട് ആഗോള ഓഹരി വിപണികളിൽ നിന്ന് ഒലിച്ചുപോയത് 230 ലക്ഷം കോടി രൂപ. ബ്രിട്ടനിൽ വർദ്ധിക്കുന്ന വലതുപക്ഷ തീവ്ര വംശീയതയെ പ്രതിരോധിക്കാൻ ന്യൂനപക്ഷ കുടിയേറ്റ വംശജർ ഒരുങ്ങുന്നു. തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ UK-യിലെ പലയിടങ്ങളിലായി പ്രകടനങ്ങൾ നടത്താൻ ഇരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകാൻ ആവശ്യമായ ഡെലിഗേറ്റുകളുടെ വോട്ടുകൾ നേടി കമല ഹാരിസ്. ഡെമോക്രാറ്റിക് പാർട്ടി അധ്യക്ഷൻ ജെയ്മി ഹാരിസനാണ് പ്രഖ്യാപനം നടത്തിയത്. റഷ്യൻ നഗരമായ നിസ്നി ടാഗിൽ കെട്ടിടം തകർന്ന 10 പേർക്ക് ദാരുണാന്ത്യം. 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 15 പേരെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ഇറാൻ പകരം ചോദിക്കുമെന്ന ഭീതിയിൽ ഇസ്രായേൽ പൗരന്മാർ. 40 രാജ്യങ്ങളിലേക്കുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന് തങ്ങളുടെ പൗരന്മാർക്ക് ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകി കോൺഗ്രസ്. വയനാട് ഉരുൾപൊട്ടലിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് നോട്ടീസ്. വധശ്രമക്കേസിൽ മുൻ IAS ട്രെയിനി ഓഫീസർ പൂജ കേത്കറിന്റെ അമ്മ മനോരമയ്ക്ക് പൂനെ കോടതി ജാമ്യം അനുവദിച്ചു. സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും കേസിന്റെ അന്വേഷണത്തിൽ സഹകരിക്കണമെന്നുമുള്ള ഉപാധികളോടെയാണ് ജാമ്യം. വയനാട് ഉരുൾപൊട്ടൽ, കണ്ണീർ കടലായി ദുരന്തഭൂമി. കാണാമറയത്ത് ഇനിയും 200-ലേറെ പേർ. പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. കേരളത്തെ നടുക്കിയ മുണ്ടകൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിൽ ഇതുവരെ 340 പേരാണ് മരിച്ചത്. 206 മൃതദേഹങ്ങളും 134 ശരീരഭാഗങ്ങളും ഇതിനോടകം കണ്ടെടുത്തു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ BJP രാഷ്ട്രീയം കലർത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇപ്പോൾ അതിനുള്ള സമയമല്ല. വയനാട് ദുരന്തത്തെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ ചരിത്രം തീർത്ത് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായ ലക്ഷ്യ സെൻ ക്വാർട്ടർ ഫൈനലിൽ ചൈനയുടെ ചൗ ചെന്നിനെ തകർത്താണ് ലക്ഷ്യയുടെ സെമി പ്രവേശം. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.